ആനന്ദപുരത്തിലെ വാസം നാം ഓർക്കുമ്പോൾ ഈഹത്തിലെ കഷ്ടം സാരമോ. പ്രത്യാശഗാനങ്ങൾ പാടി നാം നിത്യവും, പ്രത്യാശഗാനങ്ങൾ പാടി നാം നിത്യവും, സ്വർഗീയ സന്തോഷം ഈഹത്തിലുണ്ടെന്നേക്കാൾ എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യന തേജസ്സിൽ വെളിപ്പെടുമേ. സുവിശേഷവേല വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. അങ്ങ് 90കളിലെ കാര്യമാണെങ്കിൽ പറയേ വേണ്ട. മുണ്ടുമുറുക്കിയെടുത്തും പട്ടിണി കിടന്നും പരിഹാസങ്ങൾ കേട്ടും നിന്ദകൾ കേട്ടും അങ്ങനെ ഒരുപാട് കഷ്ടതയുടേതായിരുന്നു ഒരു സുവിശേഷകന്റെ ജീവിതം എന്ന് പറയുന്നത്. ഇങ്ങനെ കഷ്ടതയിലൊക്കെ ആയിരുന്നെങ്കിലും വളരെ പ്രത്യാശയോടും ആവേശത്തോടും കൂടിയായിരുന്നു അന്നത്തെ പിതാക്കന്മാർ സുവിശേഷവേല ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ വളരെ ഉത്സാഹത്തോടു കൂടി സുവിശേഷവേല ചെയ്തിരുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഗാനരചയിതാവും സുവിശേഷകനുമായിരുന്നു ശ്രീ വേട്ടമല ഫിലിപ്പോസ് ഉപദേശി. 6 അടി പൊക്കവും അതിനൊത്ത വണ്ണവും ഇരുണ്ട നിറവും തൂവെള്ള വസ്ത്രങ്ങളും തോളിൽ തുണിസഞ്ചിയും ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു രൂപം. അന്നത്തെ 2ാം ക്ലാസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം. യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം. അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരു സുവിശേഷ യോഗം നടക്കുകയാണ്. വേട്ടമല ഫിലിപ്പോസ് ഉപദേശി കുറച്ച് താമസിച്ചാണ് ചെന്നത്. വേദിയൊക്കെ സുവിശേഷകന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പക്ഷെ വളരെ ഉത്സുകനായിരുന്ന അദ്ദേഹം കുട്ടികളോടൊപ്പം മുൻനിരയിലാണ് ഇരുന്നിരുന്നത്. ആരാധനയും പ്രസംഗവും ഒക്കെ കഴിഞ്ഞ് സാക്ഷ്യത്തിന്റെ ഊഴമായി. എല്ലാവരും സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞു. വേട്ടമല ഫിലിപ്പോസ് ഉപദേശി ചേറിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. സുവിശേഷകൻ ഇരുണ്ട നിറമുള്ള ഫിലിപ്പോസ് ഉപദേശിയെ നോക്കി ഒരാക്ഷേപഹാസ്യത്തിന്റെ സ്വരത്തിൽ ഇങ്ങനെ ചോദിച്ചു, ഈ എത്യോപ്യക്കാരന് വല്ലതും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. വേദിയും സദസ്സും ഒന്നടങ്കം പൊട്ടിച്ചിരിച്ചു. ഇത് കണ്ട സുവിശേഷകന് ആവേശം കയറി. അദ്ദേഹം പിന്നെ ചോദിച്ചു, ഈ എത്യോപ്യക്കാരന് വല്ലതും പറയാനുണ്ടോ? എത്യോപ്യക്കാരന്റെ തന്റെ നിറവും പുള്ളിപ്പുലിക്ക് തന്റെ പുള്ളിയും മാറ്റാനാകുമോ എന്നിങ്ങനെ ചോദിച്ചു. ഒരു ചെറു പുഞ്ചിരിയോടെ അദ്ദേഹം ആ സന്ദർഭത്തെ തരണം ചെയ്തുവെങ്കിലും അദ്ദേഹത്തിനെ ആ സംഭവം വല്ലാതെ വിഷമിപ്പിച്ചു. അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഒരു വാക്യം കടന്നു വന്നു. 1 യോഹന്നാൻ 3:2. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണേണ്ടതാകൊണ്ട് അവനോട് സദൃശ്യനാകും. അദ്ദേഹം തന്റെ തൂലിക ചലിപ്പിച്ചു. അദ്ദേഹം സ്പോട്ടിൽ ചാടി എണീറ്റ് ഇങ്ങനെ പാടി, നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രസയിൻ കാന്തിയാലൻ ഇരുൾ നിറം മാറിയിടുമെന്ന്. അന്ന് വേദിയിൽ ഇരിക്കാൻ പറ്റാത്തതിന്റെ സങ്കടമൊക്കെ ഉള്ളത് കൊണ്ടാവണം അദ്ദേഹം ഇങ്ങനെ കൂട്ടിച്ചേർത്തു, രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ട് എന്നെ താൻ കൂടവെ ഇരുത്തുന്ന രാജാവ് വേഗം വരും. അപ്പോഴാണ് തന്നെ പരിഹസിച്ച ഉപദേശിക്ക് തന്റെ മുമ്പിൽ ഇരിക്കുന്നത് ശ്രീ വേട്ടമല ഫിലിപ്പോസ് ഉപദേശിയാണ് എന്ന് മനസ്സിലായത്. അദ്ദേഹം കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് മാപ്പ് ചോദിച്ചു. എന്നിട്ട് അവർ ഒരുമിച്ച് ഇങ്ങനെ പാടി, 1940കളിൽ പത്തനംതിട്ട ജില്ലയിൽ റാന്നിയിലെ കീക്കഴൂർ എന്ന ഗ്രാമത്തിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. ഭാര്യയും 2 കുട്ടികളും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. സുവിശേഷ വേലയിലെ കൈപ്പേറിയ അനുഭവങ്ങൾക്ക് കൈത്താങ്ങലായി അദ്ദേഹത്തിന്റെ ഭാര്യ ഒപ്പമുണ്ടായിരുന്നു. അനേക പ്രശസ്തമായ ഗാനങ്ങൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. മിക്ക ഗാനങ്ങളും അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിലൂടെ അദ്ദേഹം പാടി ആശ്വസിച്ച ഗാനങ്ങളാണ്. ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരില്ലെന്നുള്ളൂ, വാഴും ഞാനും രക്ഷിതാവൻ കൂടെ എപ്പോഴും, അങ്ങനെ തുടങ്ങി അനേക പ്രശസ്തമായ ഗാനങ്ങൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചവയാണ്. ലോക സംഭവങ്ങൾ നമ്മുടെ കർത്താവിന്റെ വരവിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ വരികളൊക്കെ വളരെ പ്രസക്തമാവുകയാണ്. ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന ശ്രീ വേട്ടമല ഫിലിപ്പോസ് ഉപദേശിയുടെ ഈ അനുഗ്രഹിക്കപ്പെട്ട ഗാനം നമ്മളെ ഓരോരുത്തരെയും വിശ്വാസത്തിൽ വീണ്ടും വീണ്ടും ഊട്ടിയുറപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.